ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്നോർത്താണ് ഇരുന്നത്. പിന്നെ ഞാൻ അത് ഇഡലി മാറ്റി ദോശയാക്കിയേ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ദോശയ്ക്ക് ഇഡലിക്കും ഒക്കെ അരച്ച് വെച്ചിട്ട് പൊങ്ങുന്നുമില്ല, അതുണ്ടാക്കിയിട്ട് ഒരു മയമില്ലാത്ത പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നല്ലതായിട്ട് പൊങ്ങിയിട്ടുണ്ടേ. അന്നേരം അതെല്ലാം ഒന്ന് ഇളക്കി അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഉപ്പ് നീരും കൂടെ ഒഴിച്ച് അത് ഇളക്കി അവിടെ വെച്ച്, എന്നിട്ട് ഇച്ചിരി കട്ടൻ ചായയും കൂടി ഇട്ടേ. ഞാൻ അതിനോർത്ത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയുടെ കുഴപ്പമായിരിക്കുമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ അരിയുടെ അല്ലായിരുന്നു, ഞാൻ അരച്ചതിൻ്റെ കുഴപ്പമായിരുന്നെന്ന് തോന്നുന്നു മറ്റേതൊക്കെ പൊങ്ങാഞ്ഞത്. ഇത് പിന്നെ ഇപ്പം സാമ്പാറിന് വേണ്ടി, എന്നാലും നമ്മുടെ ഇന്നത്തെ സാമ്പാർ സ്പെഷ്യലാണ്. പരിപ്പിടാതെയാണ് സാമ്പാർ വെക്കുന്നത്. അതുകൊണ്ട് 2-3 ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അമരപ്പയറും സവോളയും തക്കാളി, ഇത് ഇത്രയും കൂടി ഇട്ടുള്ള ചെറിയൊരു മത്തങ്ങയുടെ കഷ്ണവും കൂടെ, ഇതെല്ലാം കൂടി ഇട്ടുള്ളൊരു സാമ്പാറാണ് വെക്കുന്നത്. അന്നേരം കഷ്ണമെല്ലാം അരിഞ്ഞിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ച് പിന്നെ അങ്ങ് ചേർക്കത്തുള്ളൂ, പൊടിയെല്ലാം കൂടെ മൂപ്പിച്ച്. അന്നേരം അത് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പയിലോട്ട് ദോശയും കൂടെ ഉണ്ടാക്കുവാണേ. ഈ നല്ല മയമുള്ള ദോശയായിരുന്നു, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം ദോശ. ചിലപ്പോൾ അരയ്ക്കുമ്പോൾ അങ്ങ് മരം പോലെ ഇരിക്കും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഷ്ണമെല്ലാം വെന്ത് വന്നപ്പോഴത്തേനും നമ്മൾ പിന്നെ പെട്ടെന്ന് സാമ്പാറിനകത്തോട്ടുള്ള പൊടിയെല്ലാം കൂടെ മൂപ്പിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വാളംപുളി പിഴിഞ്ഞിട്ടില്ല, 2 വലിയ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. അന്നേരം ആ പുളി മതി. അങ്ങനെ പൊടി ഇട്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ സാമ്പാർ വെക്കുമ്പോൾ സാമ്പാർ പൊടി ഉപയോഗിക്കത്തില്ല. അന്നേരം ഇപ്പം കായമില്ലായിരുന്നു, അത് കാരണം കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം ഇട്ട് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിപ്പം വീഡിയോ എടുക്കാനായിട്ട് മാത്രം ആ വാഴയിലൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലേറ്റിനകത്ത് തന്നെ കഴിക്കത്തുള്ളേ. അന്നേരം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നല്ല കുറുകിയ സാമ്പാറായിരുന്നു. നമുക്ക് ഉരുളക്കിഴങ്ങ് 3-4 എണ്ണം ഇട്ടത് കാരണം പരിപ്പില്ലെങ്കിലും നല്ല ഇതായിട്ട് കിട്ടി. അന്നേരം ഇത്ര ഉള്ള വീഡിയോ.